ഇത് ഞങ്ങളുടെ പഴയ ആട്ടുംകൂടാണ്. ഇതിനെയാണ് ഞങ്ങൾ ഇപ്പോൾ ആർട്ട് ഗാലറിയാക്കി മാറ്റിയിരിക്കുന്നത്. പലതരത്തിലുള്ള കോഴികൾ ഞങ്ങൾ വളർത്തുന്നുണ്ട്. അതുകൂടാതെ ഞങ്ങൾക്ക് കുളത്തിൽ വളർത്തു മത്സ്യങ്ങൾ വളർത്തുന്നുണ്ട്. ഇതാണ് ഞങ്ങളുടെ കുളം. മുയലിൻ്റെ ചെറിയൊരു കളക്ഷൻ ഉണ്ട്. ഇത് ഞാൻ ചെയ്തിട്ടുള്ള നെറ്റിപ്പട്ടമാണ്. ഇതെനിക്ക് സെയിലുണ്ട്. പുറത്ത് കൊടുക്കുന്നതിനേക്കാളും കുറഞ്ഞ വിലയിലാണ് ഞാനിപ്പോൾ ഇവിടെ ചെയ്തു കൊടുക്കുന്നത്. അപ്പോൾ ഏകദേശം ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് എനിക്ക് 2 ദിവസം എടുക്കാറുണ്ട്. ഹായ്, എൻ്റെ പേര് സൗമ്യ. ഞാൻ B.Ed പഠനം കഴിഞ്ഞ് കുറച്ച് കാലം ഗസ്റ്റ് ടീച്ചറായിട്ട് വർക്ക് ചെയ്തിരുന്നു. ഏകദേശം 2 വർഷത്തോളമായിട്ട് ഞാൻ ക്രാഫ്റ്റ് വർക്ക് ചെയ്യുന്നുണ്ട്. ഇത് നമ്മുടെ വീടുകളിലൊക്കെ ഉപയോഗിക്കുന്ന ഫീസായ CFLൻ്റെ ബൾബാണ്. ഇതുകൊണ്ട് ഞാൻ ചെയ്തിട്ടുള്ള വർക്കുകളാണ് ഇതുപോലെ ക്ലേ ഉപയോഗിച്ചിട്ട് മഹാഗണപതി, പിന്നെ കുട്ടിയാന, അതുപോലെ തന്നെ ഈ വഞ്ചി ബോട്ടിൽ ഉപയോഗിച്ചിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ ഉള്ളിൽ ഇത് ഫ്യൂസായ ബൾബ് ഉപയോഗിച്ചിട്ട് ചെയ്ത മഹാബലിയാണ്. ഇതൊക്കെ ഞാൻ ചിരട്ട വെച്ചിട്ട് ചെയ്തിട്ടുള്ള സംഭവങ്ങളാണ്. ഇത് തബല, അതുപോലെ തന്നെ ചിരട്ടയും PVC പൈപ്പും മോൾഡിറ്റ് ക്ലേയും വെച്ചിട്ടാണ് ഞാൻ ഈ വീണ ചെയ്തിരിക്കുന്നത്. അതുപോലെ തണ്ണിമത്തൻ്റെ ഷേപ്പിൽ. ഇത് ഞാൻ മിഷൻ മംഗൾ സിനിമ കണ്ടപ്പോൾ ഒരു ഇഷ്ടം കൊണ്ട് ചെയ്തതാണ് റോക്കറ്റ്. ഇത് നമ്മുടെ ഗ്ലാസ് ബോട്ടിലാണ് അടിയിൽ. അതുപോലെ തന്നെ നമ്മുടെ മദ്യം വരുന്ന ബോട്ടിലിൻ്റെ കവറാണ് മുകളിൽ. കാർഡ്ബോർഡിൻ്റെ പീസും അങ്ങനെ എല്ലാം കൂടി മോൾഡിറ്റ് ക്ലേയും വെച്ചിട്ടാണ്. പിന്നെ ഈ സൈഡിലൊക്കെ ചന്ദനത്തിരിയുടെ കവർ വെച്ചിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഇങ്ങനെയാണ് ഈ റോക്കറ്റ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ ബോട്ടിൽ ഉപയോഗിച്ചിട്ട് ചെയ്തിട്ടിരിക്കുന്നതാണ് ഈ പിയാനോ. ഇത് ഞങ്ങളുടെ ഒരു പഴയ ആട്ടിൻകൂടായിരുന്നു. അപ്പോൾ ഞങ്ങൾ പനയുടെ തടി കൊണ്ടാണ് അടിവശം പണിതിരുന്നത്. അപ്പോൾ അത് പഴുകി ദ്രവിച്ചപ്പോൾ ഞങ്ങൾക്ക് ആടുകളെയൊക്കെ കൊടുക്കേണ്ടി വന്നിരുന്നു. ഞങ്ങൾ ഏകദേശം 2 വർഷം മുമ്പ് തുടങ്ങിയതാണ് ഈ ആട്ടുംകൂടും. പിന്നെ പശു, കോഴി, ആട് അതുപോലൊരു ചെറിയൊരു ഫാം രീതിയിലായിരുന്നു. ഞങ്ങളുടെ ഒരു ചെറിയ വരുമാനം അതിൽ നിന്നായിരുന്നു കണ്ടെത്തിയിരുന്നത്. അപ്പോൾ ഈ ആട്ടുംകൂട് ദ്രവിച്ചപ്പോൾ ഞങ്ങൾക്ക് ആടുകളെയൊക്കെ കൊടുക്കേണ്ട ഒരു അവസ്ഥ വന്നു. അപ്പോൾ അങ്ങനെ ഇരിക്കുകയാണ് ഞാനിങ്ങനെ ക്രാഫ്റ്റ് വർക്കൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. ഞങ്ങൾക്ക് ആർട്ട് ഗാലറിയുടെ കൂടെ അക്വേറിയം ഫിഷസിൻ്റെ ഒരു കളക്ഷൻ കൂടി ഉണ്ട്. അപ്പോൾ അതിൻ്റെ സെയിലും ഇവിടെ ചെറിയ രീതിയിൽ നടക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ പ്രാവ്, കോഴി, താറാവ് അതുപോലുള്ള വളർത്തു മൃഗങ്ങളുടെ ചെറിയ രീതിയിലുള്ള സെയിൽ നടക്കുന്നുണ്ട്. അക്വേറിയം ഫിഷസിൽ ഗപ്പികൾ, പിന്നെ മോളി, ഓസ്കാർ, ഗോൾഡൻ ഫിഷ്, പിന്നെ അതുപോലുള്ള ചെറിയ ചെറിയ നല്ല എല്ലാ അലങ്കാര മത്സ്യങ്ങളും ഉണ്ട്. അപ്പോൾ അത് ചെറിയ രീതിയിൽ ഞങ്ങൾ സെയിൽ ചെയ്യുന്നുണ്ട്. അതുകൂടാതെ ഞങ്ങൾക്ക് കുളത്തിൽ വളർത്തു മത്സ്യങ്ങൾ വളർത്തുന്നുണ്ട്. സിലോഫി, കാരി, പിന്നെ വരാല് അതുപോലുള്ള വളർത്തു മത്സ്യങ്ങൾ ചെറിയ രീതിയിൽ വളർത്തുന്നുണ്ട്. അവയെ സെയിലും ചെയ്യുന്നുണ്ട്. പിന്നെ പശുക്കളുടെ ഒരു ചെറിയ കളക്ഷൻ ഉണ്ട്. ഗിർ, അതുപോലെ നാടൻ പശു, കാസർഗോഡ് കുള്ളൻ, അതുപോലത്തെ പശുക്കളുണ്ട്. പിന്നെ മുമ്പ് ഞങ്ങൾ പാല്, തൈരും നെയ്യൊക്കെ സെയിൽ ചെയ്യുന്നുണ്ടായിരുന്നു. ഇപ്പോൾ കുറവാണ്. ഇതാണ് ഞങ്ങളുടെ കുളം. ഇതിൽ കാരി, സിലോഫി, വരാലൊക്കെ ഉണ്ട്. ഇത് പലതരത്തിലുള്ള കോഴികൾ ഞങ്ങൾ വളർത്തുന്നുണ്ട്. ഇത് ടർക്കി, മറ്റത് ഗ്രാമശ്രീയാണ്. അതുപോലെ അലങ്കാര കോഴികളുണ്ട്. അതിൻ്റെ മുട്ടയും കുഞ്ഞുങ്ങളൊക്കെ സെയിലുണ്ട്. നാടൻ കോഴികളുടെ ഒരു ചെറിയ ശേഖരണമുണ്ട്. അതിൻ്റെ സെയിലുണ്ട് നാടൻ കുഞ്ഞുങ്ങളുടെ. പിന്നെ ഞങ്ങൾക്ക് ചെറിയൊരു ഇൻക്യുബേറ്റർ ഉണ്ട്. അപ്പോൾ അതിൽ ഗിനി, ടർക്കി, മണിത്താറാവ്, വിഗോവ താറാവ്, നാടൻ താറാവ്, എല്ലാ താറാവുകളുടെ ശേഖരണമുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ മുട്ട വെച്ചിട്ട് ഇൻക്യുബേറ്ററിൽ ഞങ്ങൾ വിരിച്ചു കൊടുക്കുന്നുണ്ട്. മുയലിൻ്റെ ചെറിയൊരു കളക്ഷൻ ഉണ്ട്. അതിൻ്റെ കുഞ്ഞുങ്ങളുടെ സെയിലും ഉണ്ട്. സോവിയറ്റ് ചിഞ്ചില, അതുപോലെ തന്നെ നാടൻ മുയലിൻ്റെ ഒരു ചെറിയ കളക്ഷനാണുള്ളത്. ഇതിൻ്റെ കൂടെ തന്നെ ചെറിയ രീതിയിൽ ഫാം ടൂറിസം കൂടി ചെയ്യണമെന്നാണ് ആഗ്രഹം. അതിൻ്റെ കൂടെ നഴ്സറിയും അതുപോലെ തന്നെ അക്വേറിയം ഫിഷസിൻ്റെ സെയിലും മറ്റുള്ള കോഴികളുടെയും പശുവിൻ്റെയൊക്കെ എല്ലാ ഉൽപ്പന്നങ്ങളും കൊടുക്കാവുന്ന രീതിയിലുള്ളൊരു അതിൻ്റെ കൂടെ തന്നെ സെയിലും കൂടി ചെയ്യണമെന്നാണ് ആഗ്രഹം. എനിക്ക് താമര, ആമ്പൽ, അതുപോലെ വാട്ടർ പ്ലാന്റ്സിൻ്റെ ഒരു ചെറിയ കളക്ഷൻ ഉണ്ട്. പിന്നെ ഹൈബ്രിഡ് താമരയാണ് കൂടുതൽ ഞാൻ നട്ടിരിക്കുന്നത്. ഇത് ഞാൻ വെച്ച ഒരു കപ്പളമാണ്. ഇത് നിറച്ച് കായുണ്ട്. 3-4 എണ്ണം എടുക്കുകയും ചെയ്തു. ഇവിടം തൊട്ട് മോൾ വരെ നിറച്ച് കായാണ്. ആട്ടിൻ കാഷ്ടമാണ് ഇതിൻ്റെ വളം. ഞങ്ങൾക്ക് ആവശ്യത്തിനുള്ള പച്ചക്കറികളൊക്കെ ഞങ്ങൾ പറമ്പിൽ തന്നെ കൃഷി ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഇതിന് വേണ്ട വളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് കോഴിവളവും പിന്നെ നമുക്ക് പശുവിൻ്റെ ചാണകവും ആട്ടിൻ കാഷ്ടവും ഒക്കെയാണ് ഞങ്ങളിതിന് മെയിനായിട്ട് വളമായിട്ട് ഉപയോഗിക്കുന്നത്. ഇവിടെ മെയിനായിട്ട് കൃഷി ചെയ്യുന്നത് വഴുതനങ്ങ, വെണ്ടയ്ക്ക, കുമ്പളങ്ങ, കപ്പങ്ങ, പച്ചമുളക്, പാഷൻ ഫ്രൂട്ട്, ചീര. ഇത് ഞങ്ങളുടെ അച്ഛൻ്റെ പഴയൊരു കാൻഡിൽ ഹോണ്ടയാണ്. അപ്പോൾ അത് വർക്കൊന്നും ചെയ്യുന്നുണ്ടായിരുന്നില്ല. അപ്പം ഞങ്ങളത് ആർക്കും കൊടുക്കാനും ഞങ്ങൾക്ക് താല്പര്യമില്ല. അതുകൊണ്ട് ഞങ്ങളത് പെയിൻ്റ് അടിച്ച് മോഡിഫൈ ചെയ്ത് ഇവിടെ തന്നെ സൂക്ഷിച്ചിരിക്കുകയാണ്.
ഇതെൻ്റെ ഹസ്ബൻഡ് ഹരിഹരൻ. ചേട്ടൻ്റെ സപ്പോർട്ടാണ് ഞാൻ ഇതുപോലെ ഒരു ആർട്ട് ഗാലറി ആക്കി മാറ്റാൻ എനിക്ക് ഏറ്റവും കൂടുതൽ ഒരു പ്രചോദനമായത്. ചേട്ടൻ പ്രൈവറ്റ് സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുന്നുണ്ട്. കൂടുതലും ചേട്ടൻ കൃഷിയാണ് ചെയ്യുന്നത്. ഇവിടുത്തെ എല്ലാ വർക്കുകളും മെയിനായിട്ട് ചെയ്യുന്നത് ചേട്ടനാണ്. ഇത് ഹസ്ബൻഡിൻ്റെ അമ്മ ശാന്താപ്പി നായർ. ഇതെൻ്റെ മകള് ദേവിക, മൂത്ത മകള്. പിന്നെ എനിക്കൊരു ആൺകുട്ടിയുണ്ട്, അവൻ്റെ പേരാണ് ധന്വന്ത്. ഇതെൻ്റെ ചേച്ചിയുടെ മകളാണ് ശുഭലക്ഷ്മി. എനിക്ക് എൻ്റെ വർക്കുകളെല്ലാം ഓൺലൈനായിട്ട് സെയിലുണ്ട്. ബോട്ടിൽ വർക്കായാലും നെറ്റിപ്പട്ടായാലും എല്ലാ വർക്കുകളും ഓൺലൈനായിട്ട് സെയിലുണ്ട്. പിന്നെ എല്ലാവരുടെയും അവരവരുടെ ഇഷ്ടം അനുസരിച്ചിട്ട് ഇപ്പോൾ ബർത്ത്ഡേക്ക് ആയാലും വെഡ്ഡിങ് ആനിവേഴ്സറി ആയാലും അതുപോലെ തന്നെ കലണ്ടർ വർക്കൊക്കെ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതുപോലുള്ള എല്ലാ വർക്കുകളും ഓരോ വ്യക്തികളുടെ താല്പര്യം അനുസരിച്ച് ഞാൻ ചെയ്തു കൊടുക്കുന്നു. ഈ ചെയ്ത വർക്കുകളെല്ലാം കൊറിയർ വഴിയാണ് ഞാൻ അയച്ചു കൊടുക്കാറുള്ളത്.